നമസ്കാരം. ലേറ്റ് എഡിഷനിലേക്ക് വിശദമായി കടക്കുന്നു. ഞാൻ പ്രജിൻ സി കണ്ണൻ. വളരെ പ്രധാനപ്പെട്ടൊരു കായിക വാർത്ത അല്പസമയം മുമ്പ് പുറത്തു വന്നു. അതിലേക്ക് ആദ്യം കടക്കുന്നു. 2020 ലോകകപ്പിൽ ഗ്രൂപ്പ് റൗണ്ടിൽ സമ്പൂർണ്ണ ജയവുമായി ടീം ഇന്ത്യ. 4ാം മത്സരത്തിൽ നെതർലൻഡ്സിനെയാണ് 17 റൺസിന് തോൽപ്പിച്ചത്. 194 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന നെതർലൻഡ്സിന്റെ പോരാട്ടം 7-176 അവസാനിക്കുകയായിരുന്നു. സ്പോർട്സ് ഡെസ്കിൽ നിന്നും അനിൽ വാസുദേവ് നൽകും ഏറ്റവും പുതിയ വിവരങ്ങൾ. അനിൽ, അങ്ങനെ ടീം ഇന്ത്യ ആ ഫോം തുടരുന്നു എന്നുള്ളത് വലിയ ആത്മവിശ്വാസം ആ ടീമിന് നൽകുന്നു. ഒപ്പം മികച്ച ഫോമിലേക്ക് താരങ്ങൾ വരുന്നു എന്നുള്ളതുമാണ്. എല്ലാ കളികളും ഗ്രൂപ്പിൽ ജയിച്ചാണ് സൂപ്പർ 8ലേക്ക് ഇന്ത്യ മുന്നേറിയിരിക്കുന്നത്. എന്താണ്, എങ്ങനെ വിലയിരുത്താം കളിയെ? പ്രജിൻ, ഇന്ത്യയുടെ 2020 ലോകകപ്പിലെ അപരാജിത കുതിപ്പ് തുടരുകയാണ്. കഴിഞ്ഞ തവണ ഒറ്റ മത്സരം പോലും തോൽക്കാതെയാണ് ഇന്ത്യ കിരീടം നേടിയത്. ഇത്തവണയും ആ കുതിപ്പയ്ക്ക് നേരത്തെ തന്നെ യോഗ്യത നേടിയതിനാൽ അടുത്ത മത്സരം നടക്കുന്നത് ഇതേ ഗ്രൗണ്ടിൽ വെച്ചാണ്. ദക്ഷിണാഫ്രിക്കയാണ് എതിരാളി. അപ്പോൾ അതിനു മുമ്പ് ചില പരീക്ഷണങ്ങൾ നടത്തി അവസാന കുറ്റവും കുറവും ഒക്കെ തന്നെ പരിഹരിക്കാനാണ് ഇന്ത്യ ശ്രമിച്ചത്. പ്രത്യേകിച്ച് പ്രധാനപ്പെട്ട താരങ്ങൾക്കൊന്നും തന്നെ വിശ്രമം നൽകാതെ ജസ്പ്രീത് ബുംറയ്ക്ക് അടക്കം വിശ്രമം നൽകുമെന്ന വാർത്തകളുണ്ടായിരുന്നു. പക്ഷേ അതൊന്നുമില്ലാതെ മുഴുവൻ സ്ക്വാഡ് പ്രധാനപ്പെട്ട താരങ്ങളും ഒക്കെ തന്നെയായിട്ടാണ് ഇന്ത്യ ഇറങ്ങിയത്. പക്ഷേ ഇന്ത്യയുടെ തുടക്കം ഒരു നിരാശയോടെയായിരുന്നു. തുടർച്ചയായ 3ാം മത്സരത്തിലും അഭിഷേക് ശർമ്മ 0-ന് പുറത്താവുന്ന കാഴ്ചയാണ് കണ്ടത്. പിന്നീട് ഇഷാൻ കിഷൻ കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ തന്നെ തകർത്തടിച്ച ഇഷാൻ കിഷനും കാര്യമായ സംഭാവന നൽകാൻ സാധിച്ചില്ല. പിന്നീട് ശിവൻ ദുബെയുടെയും ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിൻ്റെയൊക്കെ തന്നെ ഇന്നിംഗ്സാണ് ഇന്ത്യയെ ഒരു മികച്ച സ്കോറിലേക്ക് എത്തിച്ചത്. 193 എന്ന സ്കോറിലേക്ക്. മറുപടി ബാറ്റിങ്ങിന് ഇറങ്ങിയ നെതർലാൻഡ്സ് അവരുടെ സ്ക്വാഡ് അത്ര വലിയ മികച്ചതല്ല. അല്ലെങ്കിൽ ഇന്ത്യയെ പോലൊരു ശക്തമായ ടീമിനെതിരെ മുട്ടി നിൽക്കാൻ പോകുന്ന ഒരു ടീമല്ല എന്നതുകൊണ്ട് മാത്രമാണ് നെതർലാൻഡ്സിന് ഒരു ജയം പിടിച്ചെടുക്കാൻ സാധിക്കാത്തത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അവർ 176 വരെ എത്തി എന്നുള്ളതാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ 17 റൺസ് ജയം അത്ര വലുതാണോ ചോദിച്ചാൽ അല്ല എന്ന് പറയേണ്ടിയിരിക്കും. എന്നിരുന്നാൽ പോലും ഗ്രൂപ്പ് റൗണ്ടിൽ എല്ലാ മത്സരവും ജയിച്ച് പൂർണ്ണ ആത്മവിശ്വാസത്തോടുകൂടി ഇനി സൂപ്പർ 8ലേക്ക് മുന്നേറാൻ സാധിക്കുന്നു എന്നതാണ് വലിയ ആശ്വാസം നൽകുന്നത്. ഇന്ത്യയുടെ അടുത്ത മത്സരം 22-നാണ്. അന്ന് ദക്ഷിണാഫ്രിക്കയാണ് എതിരാളികൾ. ഇപ്പോൾ ഈ മത്സരത്തിൽ വരുത്തിയ പിഴവുകളൊക്കെ തന്നെ മറികടന്നുകൊണ്ട് അടുത്ത മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയെ കീഴടക്കാമെന്ന പ്രതീക്ഷയിലാണ് ഇന്ത്യ. പ്രജൻ, യെസ്, അനിൽ വാസുദേവാണ് വിശദാംശങ്ങൾ നൽകിയത് സ്പോർട്സ് ഡെസ്കിൽ നിന്ന്. ഇനി മറ്റു റിപ്പോർട്ടുകളിലേക്കാണ്. അനിശ്ചിതകാല സമരം തുടരാൻ കേരള ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ടീച്ചേഴ്സ് അസോസിയേഷൻ. മെഡിക്കൽ കോളേജുകളിൽ നാളെ മുതൽ അടിയന്തരമല്ലാത്ത ശസ്ത്രക്രിയകൾ ഉണ്ടാകില്ല. മെഡിക്കൽ കോളേജ് ഡോക്ടേഴ്സിന്റെ പിന്തുണയുമായി നാളെ സംസ്ഥാന വ്യാപകമായി PG ഡോക്ടേഴ്സ് OPയും ബഹിഷ്കരിക്കും. 2016 മുതലുള്ള വേതന കുടിശ്ശിക നൽകുക, ഉടൻ ഒഴിവുകൾ നികത്തി നിയമനങ്ങൾ നടത്തുക, അമിത ജോലിഭാരം കുറയ്ക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കഴിഞ്ഞ 7 മാസത്തിലധികമായി KGM-CTA സമരത്തിലാണ്. ഇതുവരെ ആവശ്യങ്ങൾ പരിഗണിക്കാൻ സർക്കാർ തയ്യാറാകാതെ വന്നതോടെയാണ് സമരം തുടരുന്നത്. OP ബഹിഷ്കരണത്തിന് പിന്നാലെയാണ് നാളെ മുതൽ അടിയന്തരമല്ലാത്ത ശസ്ത്രക്രിയകൾ മുടക്കുന്നത്. അതിലൊരു തീരുമാനം എടുക്കാൻ പറ്റുമായിരുന്നു, അല്ലെങ്കിൽ ഒരു ചർച്ചയ്ക്ക് വിളിച്ച് എന്താണ് കാര്യങ്ങളെന്നുള്ളത് സംസാരിക്കാമായിരുന്നു. അപ്പോൾ ഇതൊന്നും ചെയ്തിട്ടില്ല. നാളെ മുതൽ അക്കാഡമിക് ബോയ്ക്കോട്ടും OP ബോയ്ക്കോട്ടും നിരാഹാര സമരവും കണ്ടിന്യൂ ചെയ്യുകയാണ്. സമരത്തെക്കുറിച്ച് നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നുവെങ്കിലും സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഇതുവരെ അനുകൂല തീരുമാനമുണ്ടായിട്ടില്ല. ഭൂരിഭാഗം ഡോക്ടർമാരും സമരം തുടങ്ങിയതോടെ വിവിധ മെഡിക്കൽ കോളേജുകളുടെ പ്രവർത്തനവും നിലച്ച മട്ടിലാണ്. അതേസമയം മെഡിക്കൽ കോളേജ് ഡോക്ടേഴ്സിന് പിന്തുണയുമായി നാളെ സംസ്ഥാന വ്യാപകമായി PG ഡോക്ടേഴ്സ് OP ബഹിഷ്കരിക്കും. സ്റ്റൈഫൻ പരിഷ്കരണം നടപ്പാക്കാത്തതുന്നയിച്ചാണ് PG ഡോക്ടേഴ്സിന്റെ പ്രതിഷേധം. മെഡിക്കൽ കോളേജ് ഡോക്ടേഴ്സ് അധ്യാപനം ബഹിഷ്കരിച്ചതിനാൽ PG ഡോക്ടേഴ്സിന് ക്ലാസുകളും ലഭിക്കുന്നില്ല. 24 തിരുവനന്തപുരം. തിരുവനന്തപുരം നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ പ്രസവത്തിനു പിന്നാലെ കുഞ്ഞു മരിച്ച സംഭവത്തിൽ ആരോപണ വിധേയനായ ഡോക്ടർക്ക് സസ്പെൻഷൻ. ഡോക്ടർ ബിന്ദു സുന്ദർ കൈക്കൂലി വാങ്ങിയെന്ന കുടുംബത്തിന്റെ ആരോപണത്തിന് പിന്നാലെ അന്വേഷണ വിധേയമായി ഡോക്ടറെ സസ്പെൻഡ് ചെയ്തു. കുഞ്ഞിന്റെ പോസ്റ്റ്മോർട്ടം നാളെയാണ്. കുഞ്ഞിന്റെ മരണത്തിൽ വിദഗ്ധ സംഘം അന്വേഷണം തുടങ്ങി. മുറി തന്നെ കൊടുത്തത് 2 പ്രാവശ്യം കൊണ്ട് കൊടുത്തു. അങ്ങനെ തന്നെയാണ്. അവിടെ നിന്ന് എല്ലാവരും പറഞ്ഞിട്ടില്ല ഇത്ര വെച്ച് ഫീസ് വെച്ച് കൊടുക്കുന്ന ഞാൻ കൊടുത്തിട്ടുണ്ടല്ലോ. കുഞ്ഞിന്റെ പിതാവ് ബിനിൽ കൈക്കൂലി ആരോപണവുമായി എത്തിയതിന് പിന്നാലെയാണ് ഡോക്ടർ ബിന്ദു സുന്ദറിനെ സസ്പെൻഡ് ചെയ്തത്. ആരോഗ്യവകുപ്പ് മന്ത്രി ആരോഗ്യവകുപ്പ് ഡയറക്ടർക്ക് നിർദ്ദേശം കൊടുക്കുകയും അതിന്റെ ഭാഗമായി മെഡിക്കൽ കോളേജിലെ ടീം അന്വേഷണം നടത്തി എൻക്വയറി കഴിഞ്ഞ് ഇപ്പോൾ എൻക്വയറി പൂർത്തിയായി പോയേ ഉള്ളൂ. അപ്പോൾ ഇതിന്റെ എല്ലാ അടിസ്ഥാനത്തിൽ ആരോപണ വിധേയയായ ഡോക്ടറെ സസ്പെൻഡ് ചെയ്ത് ഉത്തരവായിരിക്കുകയാണ്. നടപടിയിൽ സന്തോഷമെന്നും നിയമപരമായി മുന്നോട്ട് പോകുമെന്നും കുടുംബത്തിന്റെ പ്രതികരണം. സന്തോഷമുണ്ട്. ഞങ്ങൾ മാത്രമല്ല, ഈ ജനങ്ങളെല്ലാം കൂടി നമുക്ക് കിട്ടിയ ഒരു സസ്പെൻഡ് നീതിയാണ്. അതുകൊണ്ട് ഇനി ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. ഇന്ന് പോസ്റ്റ്മോർട്ടം ചെയ്ത് അതെന്താണെന്ന് നോക്കി പിന്നോട്ട് മുകളിലോട്ടുള്ള കേസുമായി മുന്നോട്ട് പോകും. ഡോക്ടറെ സസ്പെൻഡ് ചെയ്തതോടെ കുടുംബം പ്രതിഷേധം അവസാനിപ്പിച്ചു.
നാളെയാണ് പോസ്റ്റ്മോർട്ടം നടപടി. ഡോക്ടർ ബിന്ദു സുന്ദറിനെ പുനലൂരിലേക്ക് സ്ഥലം മാറ്റി ഉത്തരവിറക്കിയെങ്കിലും കുടുംബം പ്രതിഷേധം അവസാനിപ്പിക്കാൻ തയ്യാറായിരുന്നില്ല. സൂപ്രണ്ടിനെ ഉപരോധിച്ചായിരുന്നു പ്രതിഷേധം. ഡോക്ടർക്കെതിരെ നടപടി സ്വീകരിക്കാതെ കുഞ്ഞിന്റെ മൃതദേഹം ഏറ്റുവാങ്ങില്ലെന്നായിരുന്നു തീരുമാനം. ആശുപത്രിക്ക് മുന്നിൽ വിവിധ രാഷ്ട്രീയ സംഘടനകൾ പ്രതിഷേധ മാർച്ച് നടത്തി. 24 തിരുവനന്തപുരം. ബാറുകളുടെ പ്രവർത്തന സമയം കൂട്ടിയ സർക്കാർ നടപടിക്കെതിരെ പ്രതിഷേധം വ്യാപകം. തെരഞ്ഞെടുപ്പ് ഡീലെന്ന ആരോപണം ഉന്നയിച്ച് ക്രൈസ്തവ സഭകളും പ്രതിപക്ഷവും സർക്കാരിനെതിരെ രംഗത്തെത്തി. സമയമാറ്റം പ്രതിപക്ഷം കൂടി അറിഞ്ഞാണെന്ന എക്സൈസ് മന്ത്രി MB രാജേഷിന്റെ വാദം VD സതീശൻ തള്ളി. സമയമാറ്റത്തിൽ LDFും UDFും അഴിമതി നടത്തിയെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ ആരോപിച്ചു. ബാറുകളുടെ സമയമാറ്റം ഇന്നു മുതലാണ് നടപ്പിലാകുക. പ്രവർത്തന സമയം രാവിലെ 10 മുതൽ രാത്രി 12 വരെയാക്കി ചട്ടം ഭേദഗതി ചെയ്തതാണ് പ്രതിപക്ഷ വിമർശനത്തിന് ഇടയാക്കിയത്. കഴിഞ്ഞ 10 വർഷം കൊണ്ട് 1000-ലധികം ബാറുകളാണ് കേരളത്തിൽ അനുവദിച്ചിരിക്കുന്നത്. എല്ലായിടത്തും റീറ്റെയിൽ ഔട്ട്ഷോപ്പാണ്. മദ്യത്തിന്റെ ഇത്രമാത്രമുള്ള വ്യാപനം അത് കേരളത്തെ ദോഷകരമായി ബാധിക്കും എന്നത് ഞങ്ങളുടെ കൂടി നിലപാടാണ്, ശക്തമായ നിലപാടാണ്. ഗവൺമെന്റിന്റെ മദ്യനയം വ്യക്തതയില്ലാത്തതാണ്. അതിൽ അവര് ഓരോ സമയത്തും പരിഷ്കാരങ്ങൾ എന്ന പേരിൽ ആർക്കു വേണ്ടിയാണ് നിലപാട് സ്വീകരിക്കുന്നത് എല്ലാവർക്കും അറിയാം. ഇപ്പോഴത്തേതും തെറ്റായ സമീപനമാണ് ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുള്ളത്. ബാർ സമയമാറ്റം പ്രതിപക്ഷത്തിന് നേരത്തെ അറിയാമായിരുന്നുവെന്ന് എക്സൈസ് മന്ത്രി MB രാജേഷ് തിരിച്ചടിച്ചു. പ്രതിപക്ഷത്തിന് ഇത് അറിയാമായിരുന്നു. പ്രതിപക്ഷത്തിന്റെ ഇക്കാര്യത്തിൽ അനുകൂല നിലപാടാണ് എന്ന് സർക്കാരിനെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. കൂടുതൽ ഞാൻ ഇപ്പോൾ പറയുന്നില്ല. ഭീഷണി കയ്യിൽ വെച്ചാൽ മതിയെന്ന് മന്ത്രിയോട് പ്രതിപക്ഷ നേതാവ്. അതൊക്കെ കയ്യിൽ വെച്ചാൽ ഇത് ബ്രൂവറിയിൽ എന്താ ചെയ്തത്? ബാറുകളുടെ പ്രവർത്തന സമയം കൂട്ടിയെന്നത് തെറ്റായ പ്രചാരണമാണെന്നും ടൂറിസം കേന്ദ്രങ്ങളിലെ സമയക്രമം എല്ലായിടത്തും ബാധകമാക്കുകയാണ് ചെയ്തതെന്നും മന്ത്രി. ക്രൈസ്തവ സഭാ നേതാക്കൾ മദ്യനയ ഭേദഗതിയിൽ സർക്കാരിനെതിരെ രംഗത്തെത്തി. മനുഷ്യനെ ദരിദ്രമാക്കുന്ന ചുറ്റുപാടുകൾ സർക്കാർ കൂടുതൽ വിശാലമാക്കി കൊടുക്കുന്നു. അത് തീർച്ചയായിട്ടും സങ്കടകരമായ ഒരു കാര്യമാണ്. മദ്യവർജനത്തിന് വേണ്ടിയിട്ട് സർക്കാരുകൾ നിലനിൽക്കണം. അതേസമയം ബാറുകളുടെ പ്രവർത്തന സമയം കൂട്ടാനുള്ള തീരുമാനം ആസൂത്രിതമെന്നാണ് വേഗത്തിലുള്ള ഫയൽ നീക്കം വ്യക്തമാക്കുന്നത്. പ്രവർത്തന സമയം കൂട്ടാനുള്ള ഉടമകളുടെ ആവശ്യത്തോട് വളരെ വേഗമാണ് സർക്കാർ പ്രതികരിച്ചത്. സെപ്റ്റംബറിൽ ആവശ്യമുന്നയിക്കുന്നു, ഒക്ടോബറിൽ ഫയൽ തുറക്കുന്നു. ഇക്കഴിഞ്ഞ ജാനുവരി 28-ന് മുഖ്യമന്ത്രി ഫയൽ വിളിച്ചുവരുത്തി അംഗീകാരം നൽകുന്നു. അങ്ങനെ ചട്ടഭേദഗതി അതിവേഗം പ്രാബല്യത്തിലാവുകയായിരുന്നു. എന്നാൽ ഫയൽ നീക്കം വേഗത്തിലല്ല എന്നാണ് മന്ത്രിയുടെ വാദം. ന്യൂസ് ഡെസ്ക് 24. ഭിന്നശേഷി അധ്യാപക സംവരണത്തിൽ സംസ്ഥാന സർക്കാരിന്റെ നിർണായക നീക്കം. NSSന് അനുകൂലമായ സുപ്രീം കോടതി ഉത്തരവ് എല്ലാ എയ്ഡഡ് മാനേജ്മെന്റുകൾക്കും ബാധകമാക്കി ഉത്തരവിറക്കി. നിയമോപദേശം ലഭിച്ചതിനെ തുടർന്നാണ് സർക്കാരിന്റെ തീരുമാനം. ഇതിനിടെ കേട്ടറ്റ് ഇല്ലാത്തതിനെ തുടർന്ന് ശമ്പളം ലഭിക്കാത്തവർക്കും താൽക്കാലികമായി ശമ്പളം അനുവദിച്ച് വിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിറക്കി. ക്രിസ്ത്യൻ മാനേജ്മെന്റുകളുടെ സമ്മർദ്ദം കണ്ടാണ് സർക്കാരിന്റെ യു-ടേൺ. 20,000-ഓളം അധ്യാപകർക്ക് നിയമന സ്ഥിരത ലഭിക്കാനാണ് വഴിയൊരുങ്ങുന്നത്. ഭിന്നശേഷിക്കാരെ നിയമിക്കാനുള്ള അധ്യാപക തസ്തികകൾ ഒഴിച്ചിട്ടാൽ എയ്ഡഡ് സ്കൂളുകളിലെ മറ്റധ്യാപകർക്ക് നിയമന സ്ഥിരത നൽകാം എന്നായിരുന്നു NSSന് ലഭിച്ച സുപ്രീം കോടതി വിധി. ഇത് എല്ലാ എയ്ഡഡ് സ്കൂളുകൾക്കും ബാധകമാക്കും. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ നിന്ന് NSSന് ലഭിച്ച വിധിന്യായത്തിന്റെ ആനുകൂല്യം മറ്റ് സമാന മാനേജ്മെന്റുകൾക്ക് നൽകുന്ന കാര്യത്തിലുള്ള അഡ്വക്കേറ്റ് ജനറലിന്റെ ഉപദേശം സർക്കാർ ഒരിക്കൽ കൂടി തേടുകയുണ്ടായി. ഇത് സംബന്ധിച്ച് ഉത്തരവ് ഇന്ന് പുറപ്പെടുവിക്കുകയാണ്. ഇതിന്റെ ആനുകൂല്യം സംസ്ഥാനത്തെ എയ്ഡഡ് സ്കൂളുകളിലെ 20,000-ഓളം അധ്യാപകർക്ക് ലഭിക്കുമെന്നാണ് കരുതുന്നത്. അവരുടെ നിയമന തീയതി മുതൽ എല്ലാ ആനുകൂല്യങ്ങളും സർക്കാർ ഉറപ്പാക്കുന്നതാണ്. സുപ്രീം കോടതിയുടെ അന്തിമ വിധി അനുസരിച്ചായിരിക്കും നിയമന സ്ഥിരത എന്ന നിബന്ധന കൂടി ഉത്തരവിലുണ്ട്. 1.5 വർഷത്തിലധികമായി ഇതേ ആവശ്യവുമായി ക്രിസ്ത്യൻ മാനേജ്മെന്റുകളടക്കം പ്രതിഷേധത്തിലായിരുന്നു. ഉത്തരവ് നേരത്തെ ആകാമായിരുന്നെന്നാണ് കത്തോലിക്ക സഭയുടെ പ്രതികരണം. അവൻ്റെ ഒരു വലിയ ദീർഘനാളായിട്ടുള്ള ഒരു പ്രശ്നത്തിന് സർക്കാർ പരിഹാരം കണ്ടു. അതിൽ നന്ദിയുണ്ട്. പക്ഷേ ഇത് ഇത്രയും വൈകിപ്പിക്കേണ്ടതായിരുന്നില്ല എന്നൊരു നിരീക്ഷണമുണ്ട് തീർച്ചയായിട്ടും. കേട്ടിട്ടില്ലാത്ത ഉന്നത വിദ്യാഭ്യാസ യോഗ്യതയുള്ള അധ്യാപകർക്ക് ശമ്പളം നൽകാനും തീരുമാനിച്ചു. നെറ്റ്, സെറ്റ്, MPhil, PhD എന്നിവ ഉള്ളവർക്കാണ് ശമ്പള സ്കെയിലിൽ താൽക്കാലിക അപ്രൂവൽ നൽകുന്നത്. വിദ്യാർത്ഥികൾക്ക് ആധാർ UID നിർബന്ധമാക്കിയതിനെ തുടർന്ന് ജോലി നഷ്ടപ്പെട്ട അധ്യാപകരെ സംരക്ഷിക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചു. 24 തിരുവനന്തപുരം. കോഴിക്കോട് എരഞ്ഞിപ്പാലത്ത് സ്കൂട്ടർ മറിഞ്ഞ യാത്രക്കാരൻ നിർമ്മാണത്തിലിരിക്കുന്ന ഓടയിലേക്ക് തെറിച്ചു വീണു. ഒളവണ്ണ സ്വദേശി നിസാറിന് പരിക്കേറ്റു. മാനാഞ്ചിറ മലാപ്പറമ്പ് റോഡിൽ നിർമ്മാണം നടക്കുന്ന ഓടയിലേക്കാണ് യാത്രക്കാരൻ വീണത്. നിർമ്മാണം നടക്കുന്ന വെള്ളിമാട് കുന്ന് മാനാഞ്ചിറ റോഡിൽ
എരിഞ്ഞപ്പാലം ജംഗ്ഷനോട് ചേർന്നുള്ള ഓടയിലേക്കാണ് സ്കൂട്ടർ യാത്രികൻ തെറിച്ചു വീണത്. മലാപ്പറമ്പ് ഭാഗത്തേക്ക് പോകുന്ന റോഡാണിത്. വെള്ളിമാട് കുന്ന് മാനാഞ്ചിറ റോഡ് നവീകരണത്തിന്റെ ഭാഗമായി നിർമ്മാണ പ്രവർത്തനം നടക്കുന്ന സ്ഥലമാണിത്. ഇവിടെ ഓവുചാൽ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. കാറിനെ മറികടന്നെത്തുന്ന സമയത്താണ് സ്കൂട്ടർ മറിഞ്ഞത്. പ്രദേശത്ത് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് നിർമ്മാണ പ്രവർത്തനമെന്ന് വാർഡ് കൗൺസിലർ ശോഭിത ആരോപിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് ആളുകൾക്ക് അപകടം ഉണ്ടാവുന്ന പല ആക്സസ് പോയിന്റുകളും ഈ റോഡിൽ തന്നെ ഉണ്ട്. 14 ഇത്തരം പോയിന്റുകളുണ്ട്. ഈ 14 പോയിന്റുകളിലും സുരക്ഷിതത്വം ഉറപ്പുവരുത്തിയിട്ടില്ല. റോഡ് വേണം, അതോടൊപ്പം തന്നെ ഇവിടെയുള്ള ജനങ്ങളുടെ സുരക്ഷിതത്വം കൂടി ഉറപ്പുവരുത്തണം എന്നാണ് പറയാനുള്ളത്. ആഴ്ചകൾക്ക് മുൻപും സമാനമായ രീതിയിൽ പ്രദേശത്ത് അപകടമുണ്ടായിരുന്നു. സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് നിർമ്മാണ പ്രവർത്തനമെന്നാണ് ആക്ഷേപം. 24 കോഴിക്കോട്. ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക്. വോട്ടുത്സവം. കോൺഗ്രസ് ഭരണകാലത്തെ അഴിമതികൾ എണ്ണിപ്പറഞ്ഞ് CPIM പ്രചരണത്തിനായി വെബ്സൈറ്റ് തുടങ്ങി. UDFന്റെ കടക്കുപുറത്ത് ക്യാമ്പയിന് ബദലായാണ് പ്രചരണം. UDF കാലത്തെ അഴിമതിയും വികസന മുരടിപ്പും ഇരുണ്ട കാലം എന്ന് പേരിട്ടിരിക്കുന്ന ഈ വെബ്സൈറ്റിലൂടെ പ്രചരിപ്പിക്കുമെന്നാണ് CPIM കേന്ദ്രങ്ങൾ അവകാശപ്പെടുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ ആദ്യ പട്ടിക അടുത്തയാഴ്ച ഉണ്ടായേക്കും. സിറ്റിംഗ് MLA-മാർക്ക് പുറമെ വട്ടിയൂർക്കാവിൽ K. മുരളീധരനും പട്ടികയിൽ ഇടം പിടിക്കും. മലമ്പുഴയിൽ മത്സര സാധ്യത തള്ളാതെ VS അച്യുതാനന്ദന്റെ മകൻ VA അരുൺകുമാറും രംഗത്തെത്തിയതോടെ ആകാംക്ഷ വർദ്ധിച്ചിരിക്കുകയാണ്. BJPയിലും സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ സജീവമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച അനൗപചാരിക ചർച്ചകളിൽ പലതവണ ഉയർന്നുകേട്ട പേരാണ് VA അരുൺകുമാർ. കമ്മ്യൂണിസ്റ്റ് ഇതിഹാസം VSന്റെ നിര്യാണത്തിന് ശേഷം നടക്കുന്ന ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അമ്പലപ്പുഴ, കൊല്ലം തുടങ്ങിയ മണ്ഡലങ്ങളിലാണ് അരുൺകുമാറിന്റെ പേരുയർന്നത്. എന്നാൽ VSന്റെ തട്ടകമായിരുന്ന മലമ്പുഴയിൽ അദ്ദേഹത്തിന്റെ മുൻ PA A. സുരേഷ് UDF സ്ഥാനാർത്ഥിയാകുമെന്ന വിവരം പുറത്തുവന്നതോടെ അവിടെയും VA അരുൺകുമാറിന്റെ പേര് കേട്ടുതുടങ്ങിയിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള സാധ്യത അരുൺകുമാറും തള്ളുന്നില്ല. നമ്മൾ പാർട്ടി കുടുംബമാണല്ലോ, പാർട്ടി പറയുന്നതാണ് നമുക്ക് എന്നും പ്രധാനം. ഇപ്പോൾ ഫോർ ദ ടൈം ബീയിങ് അതിനെപ്പറ്റി ഐ ഡോണ്ട് ഹാവ് എനി ഐഡിയ, അറിയില്ല. മലമ്പുഴ അച്ഛൻ്റെ വളരെ വൈകാരികമായി ബന്ധമുള്ളൊരു സ്ഥലമാണല്ലോ. VSന്റെ മകൻ മത്സരിക്കാനെത്തിയാൽ താൻ പിന്മാറുമെന്ന് A. സുരേഷ് ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. അതേസമയം കോൺഗ്രസിന്റെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക അടുത്തയാഴ്ച പ്രഖ്യാപിച്ചേക്കും. സിറ്റിംഗ് MLA-മാർക്കൊപ്പം തിരുവനന്തപുരം വട്ടിയൂർക്കാവിൽ K. മുരളീധരനും ഇടം പിടിച്ചേക്കും. AICC നേതൃത്വവുമായുള്ള ചർച്ചയ്ക്ക് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് ഡൽഹിയിലുണ്ട്. BJPയിലും സ്ഥാനാർത്ഥി ചർച്ചകൾ ചൂടേറുകയാണ്. തിരുവനന്തപുരം ആറ്റിങ്ങലിൽ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ ആശാനാഥിനെയാണ് പ്രാദേശിക നേതൃത്വം മുന്നോട്ട് വയ്ക്കുന്നത്. BJP തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിൽ ഇക്കാര്യങ്ങൾ ചർച്ചയായി. 24 തിരുവനന്തപുരം. വിവാദങ്ങൾക്ക് പിന്നാലെ മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളെ സന്ദർശിച്ച് സമസ്ത സെക്രട്ടറി ഉമർ ഫൈസി മുക്കം. സാദിഖ് അലി തങ്ങളെ വിമർശിച്ചതിന് ഉമർ ഫൈസിയെ സമസ്ത താക്കീത് ചെയ്തതിന് പിന്നാലെയാണ് കൂടിക്കാഴ്ച. ഇന്നലെ വൈകിട്ട് പാണക്കാട്ടെ വീട്ടിലെത്തിയാണ് ഉമർ ഫൈസി മുക്കം സാദിഖ് അലി ശിഹാബ് തങ്ങളെ കണ്ടത്. കൂടിക്കാഴ്ച 1 മണിക്കൂറോളം നീണ്ടു. പാണക്കാട് കുടുംബത്തിന്റെ പൈതൃകത്തെ സംബന്ധിച്ച് ഉമർ ഫൈസി മുക്കം നടത്തിയ പ്രസംഗം വിവാദമായിരുന്നു. ചില പ്രയോഗങ്ങൾ സമസ്തയുടെ ഒരു പ്രവർത്തകനും ഭൂഷണമല്ലെന്നും തീർത്തും അപമര്യാദയുമാണെന്ന് ചൂണ്ടിക്കാട്ടി സമസ്ത നേതൃത്വം ഉമർ ഫൈസിയെ ശാസിച്ചിരുന്നു. ഇത്തരം പ്രവർത്തനങ്ങൾ സമസ്തയുടെയോ പ്രവർത്തകരുടെയോ രീതിയല്ലെന്നും ഇതിനുള്ള പരിഹാരം ഉടൻ കാണണമെന്ന് നേതൃത്വം ഉമർ ഫൈസിയെ ഓർമ്മിപ്പിക്കുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് സാദിഖ് അലി ശിഹാബ് തങ്ങളുമായുള്ള കൂടിക്കാഴ്ച നടത്തിയത്. മുൻപ് സാദിഖ് അലി തങ്ങളുടെ ഖാസി പദവിയെ കടുത്ത ഭാഷയിൽ ഉമർ ഫൈസി പരിഹസിച്ചതും വലിയ വിവാദത്തിന് ഇടയാക്കിയിരുന്നു. 24 മലപ്പുറം. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്രയിലെ പിടിവലിയിൽ ഷാഫി പറമ്പിൽ MPക്കെതിരെ വിമർശനവുമായി മുതിർന്ന നേതാവ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. ഷാഫി പ്രകോപിതനാകാൻ പാടില്ലായിരുന്നുവെന്നും മാധ്യമങ്ങൾ മുന്നിലുണ്ടായിരുന്നത് മറന്നെന്നും മുല്ലപ്പള്ളി രാമചന്ദ്രൻ വിമർശിച്ചു. പുതുയുഗ യാത്രാവേദിയിലെ നേതാക്കൾ തമ്മിലുള്ള പിടിവലിയിൽ മുതിർന്ന നേതാക്കൾക്കുള്ള അതൃപ്തിയാണ് മുല്ലപ്പള്ളിയിലൂടെ ഇന്ന് പുറത്തുവന്നത്. വേദിയിലെ ഉന്തും തള്ളലും ഒഴിവാക്കേണ്ടതായിരുന്നുവെന്ന് വിമർശിച്ച മുല്ലപ്പള്ളി ഷാഫി പ്രകോപിതരാകാൻ പാടില്ലായിരുന്നുവെന്നും തുറന്നടിച്ചു. അത്തരമൊരു സ്റ്റേജിൽ വെച്ചിട്ട് അത്തരമൊരു ഉന്തും തള്ളും ഉണ്ടാകാൻ പാടില്ലായിരുന്നു. അവിടുത്തെ MP-യാണ് ശ്രീമാൻ ഷാഫി. ഇത്തരമൊരു സദസ്സിൽ വെച്ച് അദ്ദേഹത്തിന് പ്രകോപനം ഉണ്ടാകാൻ പാടില്ലായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. അടഞ്ഞ അധ്യായമെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെ പ്രതികരണം. വിവാദം യാത്രയുടെ ശോഭ കെടുത്തിയെന്ന് മുതിർന്ന നേതാക്കളടക്കം പരാതി ഉന്നയിക്കുകയും ചെയ്തിരുന്നു. 24 കോഴിക്കോട്.
റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് ഇന്ത്യ നിർത്തിയെന്ന US-ന്റെ അവകാശവാദത്തിൽ വീണ്ടും പ്രതികരണവുമായി റഷ്യൻ എണ്ണ വാങ്ങുന്നതിൽ ഇന്ത്യ നിലപാട് മാറ്റിയിട്ടുണ്ടെന്ന് വിശ്വസിക്കാൻ കാരണങ്ങളൊന്നുമില്ല എന്നാണ് റഷ്യയുടെ പ്രതികരണം. റഷ്യൻ എണ്ണ വാങ്ങുന്നത് ഇരു രാജ്യങ്ങൾക്കും ഗുണകരമെന്ന് റഷ്യൻ വിദേശകാര്യ വക്താവ് മരിയ സഖറോവ പറഞ്ഞു. അച്യുതൻ ഡൽഹിയിൽ നിന്ന് ചേരുന്ന കൂടുതൽ വിവരങ്ങളുമായി. അച്യുതൻ, ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറിന് പിന്നാലെയാണ് ഈ റഷ്യൻ എണ്ണ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ത്യ നിലപാട് എന്താണ് എന്ന കാര്യം ചർച്ചയിൽ ഇടം പിടിക്കുന്നത്, വാർത്തകളിൽ ഇടം പിടിക്കുന്നത്. പക്ഷെ അതിൽ ഇപ്പോഴും ഇന്ത്യ കൃത്യമായൊരു മറുപടി നൽകുന്നില്ല എന്ന് ശ്രദ്ധേയമാണ്. ആ സമയത്താണ് ഇപ്പോൾ റഷ്യ വീണ്ടും ചില കാര്യങ്ങൾ പറയുന്നത്. എന്താണ്, എവിടെയാണ് ഇത്തരത്തിലൊരു പ്രതികരണം റഷ്യയുടെ ഭാഗത്തുണ്ടായിരിക്കുന്നത്? പ്രജിൻ, നിരന്തരമായി തന്നെ US അവകാശപ്പെടുന്നത് റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങുന്നത് നിർത്തി, അത്തരമൊരു സമ്മതം ലഭിച്ചു എന്നുള്ളൊരു അവകാശവാദമാണ്. ഈ കഴിഞ്ഞ ദിവസം വരെ അത് ഉണ്ടായിരുന്നു. പക്ഷേ ഇതിൽ ഇപ്പോഴും ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഒരു വ്യക്തമായ മറുപടി വന്നിട്ടില്ല. പക്ഷേ ഇതിൽ വീണ്ടും റഷ്യയുടെ ഒരു പ്രതികരണം ഈ വിഷയത്തിൽ വരുന്നുണ്ട്. അതായത് റഷ്യയുടെ വിദേശകാര്യ മന്ത്രാലയ വക്താവ് മരിയ സഖറോവ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത് ഈ റഷ്യൻ എണ്ണ വാങ്ങുന്നതിൽ ഇന്ത്യ നിലപാട് മാറ്റിയിട്ടുണ്ട് എന്നുള്ളത് വിശ്വസിക്കാൻ കാരണങ്ങളൊന്നുമില്ല എന്നാണ് റഷ്യ പ്രതികരിച്ചിരിക്കുന്നത്. അതായത് അങ്ങനെ ഒന്നുമില്ല, ഇന്ത്യ നിർത്തി എന്ന തരത്തിലുള്ള US-ന്റെ അവകാശവാദങ്ങൾ നിഷേധിക്കുന്നതാണ് റഷ്യയുടെ പ്രതികരണം. റഷ്യൻ എണ്ണ വാങ്ങുന്നത് ഇരു രാജ്യങ്ങൾക്ക്, ഇന്ത്യക്കും റഷ്യയ്ക്കും ഒരുപോലെ ഗുണകരം. അന്താരാഷ്ട്ര ഊർജ്ജ വിപണിയിൽ സ്ഥിരത നിലനിർത്താൻ ഇത് സഹായിക്കുന്നുവെന്നും റഷ്യൻ വിദേശകാര്യ വക്താവ് മറിയ പ്രതികരിച്ചു. ഒപ്പം തന്നെ ഈ സ്വതന്ത്ര രാഷ്ട്രങ്ങളുടെ ഈ പ്രഖ്യാപന അവകാശം അത് തട്ടിയെടുത്തുകൊണ്ട് ട്രംപും മാർക്കോ റൂബിയും നടത്തുന്ന അവകാശവാദങ്ങളിൽ പുതുമയില്ല എന്നൊരു പരിഹാസം കൂടി സഖാറോവ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുന്നുണ്ട്. പൊതുവെ മാധ്യമങ്ങളെ കണ്ട് സംസാരിക്കുന്നതിനിടയിലായിരുന്നു ഈ പ്രതികരണം. പ്രജിൻ അച്യുതനാണ് ഡൽഹിയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്. നവകേരള സർവേയിൽ നിയമപോരാട്ടത്തിന് സർക്കാർ. ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീം കോടതിയിൽ സ്പെഷ്യൽ ലീവ് പെറ്റീഷൻ ഫയൽ ചെയ്തു. സർവേ റദ്ദാക്കിയ നടപടിക്കെതിരെയാണ് നീക്കം. അതിനിടെ നവകേരള സർവേയുടെ ലക്ഷ്യം തുടർഭരണം ഉറപ്പിക്കലാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രസംഗം പുറത്തുവന്നതും വിവാദമായി. കഴിഞ്ഞ ഒക്ടോബറിൽ സർവേയുടെ ജില്ലാതല നിർവഹണ സമിതി അംഗങ്ങൾക്കായി സംഘടിപ്പിച്ച ശില്പശാലയിലെ ഉദ്ഘാടന പ്രസംഗത്തിലായിരുന്നു ഇക്കാര്യം പറഞ്ഞത്. സർക്കാരിന്റെയും CPIM-ന്റെയും കള്ളങ്ങൾ മറനീക്കിയെന്നാണ് ഈ വിഷയത്തിൽ പ്രതിപക്ഷത്തിന്റെ പ്രതികരണം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് വൻ തിരിച്ചടി. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട 2 കേസിലും ജാമ്യം ലഭിച്ച തന്ത്രി കണ്ഠരര് രാജീവര് ജയിൽ മോചിതനായി. മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായും സ്വർണ്ണക്കൊള്ളയുമായും തന്ത്രിക്കുള്ള ബന്ധം തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല എന്ന് ജാമ്യം നൽകിയ കൊല്ലം വിജിലൻസ് കോടതി വിലയിരുത്തി. കട്ടിളപ്പാളി കേസിൽ സ്വാഭാവിക ജാമ്യം തേടി മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് A. പത്മകുമാറും ജാമ്യാപേക്ഷ സമർപ്പിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അറസ്റ്റിലായ തന്ത്രി കണ്ഠരര് രാജീവരും ജയിൽ മോചിതനായി. 1-ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി തന്ത്രി കണ്ഠരര് രാജീവർക്ക് അടുത്ത ബന്ധമുണ്ട് എന്നതടക്കമുള്ള പ്രോസിക്യൂഷൻ വാദങ്ങൾ തള്ളിയാണ് കൊല്ലം വിജിലൻസ് കോടതി ദ്വാരപാലക കട്ടിളപ്പാളി കേസുകളിൽ ജാമ്യം അനുവദിച്ചത്. അറസ്റ്റിലായി 41-ാം ദിവസമാണ് തന്ത്രി ജയിലിന് പുറത്തിറങ്ങിയത്. പത്തനംതിട്ട ജില്ലയിൽ പ്രവേശിക്കരുത്, കോടതി അനുമതിയില്ലാതെ സംസ്ഥാനം വിട്ടുപോകരുത്, പാസ്പോർട്ട് കെട്ടിവെക്കണം, ചൊവ്വ ശനി ദിവസങ്ങളിൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഹാജരാകണം തുടങ്ങിയ ഉപാധികളോടെയാണ് ജാമ്യം. നേരത്തെ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെ കേസിൽ 5 പേർ ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയിട്ടുണ്ട്. പ്രതികൾക്ക് ജാമ്യം ലഭിക്കുന്നത് അന്വേഷണത്തെ ബാധിക്കില്ല എന്ന് ഹൈക്കോടതി വിലയിരുത്തിയെങ്കിലും തെളിവുകളുടെ അഭാവത്തിൽ ജാമ്യം ലഭിക്കുന്നത് അന്വേഷണ സംഘത്തെ കുഴക്കും. ഈ കേസിന്റെ അന്വേഷണം മന്ദഗതിയിലാണ് പുരോഗമിക്കുന്നത്. കുറ്റപത്രം സമർപ്പിക്കാൻ കഴിയാത്തതുകൊണ്ട് സാങ്കേതികമായിട്ട് കുറച്ച് പ്രതികൾക്ക് ജാമ്യം കിട്ടി, മറ്റ് പ്രതികൾക്ക് അന്വേഷണത്തിലെ പോരായ്മകൾ കൊണ്ട് ജാമ്യം കിട്ടുന്നു. ഭരണ നേതൃത്വം പ്രതികൾക്ക് അനുകൂലമായ നിലപാടാണ് സ്വീകരിക്കുന്നത്. കട്ടിളപ്പാളി കേസിൽ സ്വാഭാവിക ജാമ്യം തേടി A. പത്മകുമാറും കോടതിയെ സമീപിച്ചു. നാളെ വിജിലൻസ് കോടതി ഹർജി പരിഗണിക്കും. KP ശങ്കരദാസിന്റെ ആരോഗ്യനില ചൂണ്ടിക്കാട്ടിയുള്ള ജാമ്യഹർജിയും ഈ ആഴ്ച കോടതിക്ക് മുന്നിലെത്തും. അതേസമയം സ്വർണ്ണക്കൊള്ളയിൽ ഇടനിലക്കാരനായി പ്രവർത്തിച്ച കൽപേഷിനെ ED വീണ്ടും വിളിച്ചുവരുത്തി ചോദ്യം ചെയ്തേക്കും. 24 കൊല്ലം, കൊച്ചി. ശബരിമല ആടിയ നെയ് തട്ടിപ്പിൽ ഹൈക്കോടതിയിൽ പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിച്ച് വിജിലൻസ്. പ്രാഥമിക അന്വേഷണത്തിൽ 21 ലക്ഷത്തിന്റെ ക്രമക്കേട് കണ്ടെത്തി. ക്ഷേത്രം സ്പെഷ്യൽ ഓഫീസേഴ്സ് അടക്കം 33 പ്രതികളുണ്ട്. ക്ഷേത്രപ്രസാദത്തിന്റെ കണക്കുകൾ സൂക്ഷിക്കുന്നതിൽ ഹൈക്കോടതി അതിരൂക്ഷ വിമർശനമാണ് ഉന്നയിച്ചത്. ഒരു പെട്ടിക്കടയിൽ ഇതിലും നന്നായി കണക്ക് സൂക്ഷിക്കുമെന്ന് കോടതി നിരീക്ഷിച്ചു. ലഭിക്കുന്നൊരു വാർത്തയിലേക്കാണ്, ന്യൂസ് അപ്ഡേറ്റിലേക്കാണ്. സർക്കാർ മെഡിക്കൽ കോളേജുകളിലെ PG ഡോക്ടേഴ്സ് നടത്താനിരുന്ന OP ബഹിഷ്കരണം പിൻവലിച്ചിരിക്കുന്നു. ആരോഗ്യവകുപ്പുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് ഈ തീരുമാനം. നാളെ സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ പ്രതിഷേധ ധർണ ഉണ്ടാകും. അലക്സ് റാം മുഹമ്മദ് തിരുവനന്തപുരത്ത് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അലക്സ്, KGMCTയുടെ സമരത്തിന് ഐക്യദാർഢ്യം പറഞ്ഞാണ് ഇപ്പോൾ നേരത്തെ PG ഡോക്ടേഴ്സ് ഇത്തരത്തിൽ നാളെ OP ബഹിഷ്കരിക്കുമെന്ന് അറിയിച്ചത്. പക്ഷേ ഇപ്പോൾ ആ സമരം പിൻവലിച്ചു എന്നറിയുന്നു. ആരോഗ്യ
വകുപ്പുമായി നടത്തിയ ചർച്ച, അതിൽ എന്താണ് ധാരണയായത്? പ്രജന, സംസ്ഥാനത്തെ സർക്കാർ മെഡിക്കൽ കോളേജുകളിലെ ഡോക്ടേഴ്സ് കഴിഞ്ഞ കുറച്ച് നാളായി സമരം നടത്തി വരികയാണ്. അതാ ഇന്നും ഇന്നലെയും ഒക്കെയായി OP ബഹിഷ്കരണം, അനിശ്ചിതകാല OP ബഹിഷ്കരണവും അതുപോലെ അത്യാവര ബഹിഷ്കരണവും നടത്തുകയാണ് ഈ സർക്കാർ മെഡിക്കൽ കോളേജുകളിലെ ഡോക്ടേഴ്സ്. ഇതിൽ ഈ മെഡിക്കൽ കോളേജുകൾ നിലവിൽ പ്രവർത്തിക്കുന്നത് PG ഡോക്ടേഴ്സും അതുപോലെ ജൂനിയർ റെസിഡൻസിനെയും ഹൗസ് സർജൻസിനെയും ഒക്കെ വെച്ചാണ്. നാളെ ഈ പശ്ചാത്തലത്തിലാണ് ഈ KGMCTക്ക് പിന്തുണ അർപ്പിച്ച സംസ്ഥാനത്തെ PG ഡോക്ടേഴ്സിന്റെ സംഘടന KGMPA കൂടി സമരരംഗത്തേക്ക് വന്നത്. അവർ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് അവരും നാളെ OP ബഹിഷ്കരിക്കുമെന്ന് വ്യക്തമാക്കുകയായിരുന്നു. ഒന്ന്, അവരുടെ സ്റ്റൈപ്പൻഡ് കാര്യത്തിൽ അത് പരിഷ്കരിക്കണം, സമയബന്ധിതമായി സ്റ്റൈപ്പൻഡ് പരിഷ്കരിക്കണം, സ്റ്റൈപ്പൻഡിൽ വർധനവ് ഉണ്ടാകണം. മറ്റൊന്ന്, ഈ അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിൽ MSc ബയോടെക്നോളജിയെ കൂടി ബാധകമാക്കിയ PSC ഉത്തരവ് അതും പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു ഇവരുടെ സമരം. ഇതിൽ ഇന്ന് വൈകുന്നേരം, ഇന്ന് ഏതാണ്ട് 7:30 മണിയോടുകൂടി ആരോഗ്യവകുപ്പ് ഇവരെ ചർച്ചയ്ക്ക് വിളിക്കുകയും ഇതിൽ ഈ PG ഡോക്ടേഴ്സിന് അനുകൂലമായ ചില തീരുമാനങ്ങൾ സ്വീകരിക്കുകയുമായിരുന്നു. അതിൽ ഈ സ്റ്റൈപ്പൻഡ് പരിഷ്കരിക്കാമെന്ന ചർച്ചയിൽ ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതിൽ ധനകാര്യ വകുപ്പുമായി ആലോചിക്കണമെന്നാണ് ആരോഗ്യവകുപ്പ് ഇവരെ അറിയിച്ചിട്ടുള്ളത്. മറ്റൊന്ന്, PSC ഉത്തരവ് പിൻവലിക്കാൻ സർക്കാർ PSCക്ക് കത്ത് നൽകും എന്നും ഉറപ്പ് നൽകിയിട്ടുണ്ട്. അത് 24 മണിക്കൂറിനുള്ളിൽ ആ കത്ത് നൽകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അത് 24 മണിക്കൂറിനുള്ളിൽ നൽകിയില്ല എങ്കിൽ തൊട്ടടുത്ത ദിവസം, അതായത് മറ്റന്നാൾ OP ബഹിഷ്കരണം ഉണ്ടാകുമെന്ന് PG ഡോക്ടേഴ്സ് അറിയിക്കുന്നുണ്ട്. അതുണ്ടെങ്കിൽ നാളത്തെ OP ബഹിഷ്കരണം മാറ്റിവെച്ചിരിക്കുന്നു. പക്ഷേ നാളെ സർക്കാർ മെഡിക്കൽ കോളേജുകൾ നേരത്തെ പ്രഖ്യാപിച്ച നാളെ OPയിലേക്ക് പോകാൻ, അല്ലെങ്കിൽ ഈ സർക്കാർ മെഡിക്കൽ കോളേജുകളിലെ OPയിലേക്ക് പോകാൻ നിശ്ചയിച്ചിരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നാളെ OPയിൽ PG ഡോക്ടേഴ്സ് ഉണ്ടാകും ഡ്യൂട്ടിക്ക് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അലക്സ് റാം മുഹമ്മദാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. UGS ഗോൾഡ് ലോണിന്റെ മലപ്പുറത്തെ ശാഖ സിനിമാ താരം ധ്യാൻ ശ്രീനിവാസനും P. ഉബൈദുള്ള MLAയും ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും കുറഞ്ഞ പലിശ നിരക്കിൽ ലളിതമായും സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കാനുമാണ് UGS ലക്ഷ്യമിടുന്നതെന്ന് മാനേജ്മെന്റ് പറഞ്ഞു. സിനിമാ താരം ധ്യാൻ ശ്രീനിവാസനും P. ഉബൈദുള്ള MLAയും ചേർന്നാണ് UGS ഗോൾഡ് ലോണിന്റെ മലപ്പുറത്തെ ശാഖ ഉദ്ഘാടനം ചെയ്തത്. മലപ്പുറം നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് റിൻഷ സ്ട്രോങ് റൂം ഉദ്ഘാടനം നിർവഹിച്ചു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് തെരഞ്ഞെടുത്ത 3 പേർക്ക് iPhone 17 സമ്മാനമായി നൽകി. വിശ്വാസത്തിലും സത്യസന്ധതയിലും അധിഷ്ഠിതമായ പ്രവർത്തനമാണ് UGSന്റെ വിജയമെന്ന് CMD അജിത് പാലാട്ട് പറഞ്ഞു. മലപ്പുറത്തിന്റെ എല്ലാ സാമ്പത്തിക ആവശ്യങ്ങൾക്കും ഇനി ഒരു വഴിയുണ്ട്, UGS ഗോൾഡ് ലോൺ എന്നുള്ളൊരു ക്യാമ്പയിനും ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിലുള്ള റെസ്പോൺസാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. രാഷ്ട്രപതിയിൽ നിന്നും ധീരതയ്ക്കുള്ള പുരസ്കാരം ഏറ്റുവാങ്ങിയ മണ്ണാർക്കാട് സ്വദേശിയായ 10 വയസ്സുകാരൻ മുഹമ്മദ് സിദാനെ ക്യാഷ് അവാർഡ് മൊമെന്റം നൽകി ചടങ്ങിൽ ആദരിച്ചു. ഭിന്നശേഷി വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസത്തിനും ക്ഷേമത്തിനും വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് ദുബായ് ഏരീസ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഹോണറി ഡോക്ടറേറ്റ് നേടിയ ഡോക്ടർ അച്യുതൻ പനച്ചിക്കുത്തിനെയും ആദരിച്ചു. മറ്റു ജനപ്രതിനിധികളും വ്യാപാര രംഗത്തെ പ്രമുഖരും ചടങ്ങിൽ പങ്കെടുത്തു. 24 മലപ്പുറം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.